ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോഴേ നമ്മളുടെ റൈസ് റെസിപ്പി വീക്കിലെ 4ാമത്തെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ റൈസ് റെസിപ്പി കുറച്ചധികം സ്പെഷ്യലാണ് കേട്ടോ. പേര് തന്നെ വളരെ വെറൈറ്റിയാണ്, ലെബനീസ് റൈസ്. ഇതിന് ഈ പേര് കൂടാതെ വേറെയും പേരുകളുണ്ട്, മിഡിൽ ഈസ്റ്റേൺ റൈസ്, അറബിക് റൈസ് എന്നൊക്കെ. അപ്പോൾ പേര് കേട്ടപ്പോൾ മനസ്സിലായല്ലോ അല്ലേ, ഇത് എവിടെ നിന്നൊക്കെ ചുറ്റിക്കറങ്ങി വന്നതായിരിക്കും എന്നുള്ളത്. പേര് പോലെ ഗാംഭീര്യമൊന്നുമില്ല കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്, വളരെ എളുപ്പമാണ്. വേമിസെല്ലിയും ബാസ്മതി റൈസും ബട്ടറും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാം. കുക്കിങ്ങിനായിട്ട് ബട്ടർ അല്ലെങ്കിൽ ഒലീവ് ഓയിലാണ് എടുക്കുന്നത്. ഞാനിവിടെ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ ചേർത്ത് കൊടുത്ത് അതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കതിലേക്ക് വേമിസെല്ലി ചേർത്ത് കൊടുക്കാം. വേമിസെല്ലി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മളുടെ സാധാ വീറ്റ് വെച്ചിട്ടുള്ളതല്ല കേട്ടോ, ഇത് റൈസ് വേമിസെല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ശരിക്കും വീറ്റിൻ്റെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് എൻ്റെ ഈ ഒരു റൈസിൻ്റെ മാത്രമേ ഉള്ളൂ വേമിസെല്ലി. പക്ഷേ ഒറിജിനൽ റെസിപ്പിക്ക് നമ്മളുടെ ഈ 2 വേമിസെല്ലി അല്ല വേണ്ടത്, വേറൊരു വേമിസെല്ലിയാണ്. അത് നമ്മളുടെ നോർമൽ വീറ്റ് വേമിസെല്ലിനേക്കാളും തിന്നാണ്, ഇത്രയും കൂടി ലോങ് ആണ്. അതിൻ്റെ പേരെന്ന് പറയുന്നത് കാപ്പിലിനി എന്നാണ് കേട്ടോ. ഏഞ്ചൽ ഹെയർ പാസ്ത എന്നും പറയും. എന്തായാലും നമ്മളുടെ വേമിസെല്ലി ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്ന റൈസ് വേമിസെല്ലി നന്നായിട്ടൊന്ന് ആ ബട്ടറിൽ മൂപ്പിച്ച് ഗോൾഡൻ കളറാകുമ്പോൾ അതിലേക്ക് നമ്മൾക്ക് കഴുകി അതുപോലെ തന്നെ 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബാസ്മതി റൈസ് ചേർത്ത് കൊടുക്കുക. നല്ല തിളച്ച വെള്ളം ചേർത്തിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കപ്പ് വേമിസെല്ലി എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1 കപ്പ് റൈസും അതിൻ്റെ കൂടെ തന്നെ 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുക. എന്നിട്ട് നമുക്കൊരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ ബാസ്മതി റൈസ് വെച്ചിട്ടുള്ള റെസിപ്പി ചെയ്യുമ്പോൾ ആ റൈസ് ഇങ്ങനെ വിട്ട് നിൽക്കണ പോലെ ഉണ്ടാവും. ഇത് ഇത്തിരി ഇങ്ങനെ ഒട്ടിരിക്കുന്ന ആ ഒരു പരുവത്തിലാണ് കേട്ടോ ഈ ഒരു റൈസ് കിട്ടുക. അപ്പോൾ എന്തായാലും 20 മിനിറ്റ് ഫുള്ളായിട്ട് ഞാൻ അടച്ചു വയ്ക്കുന്നില്ല, ഇടയ്ക്കൊന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അങ്ങനെയാണ് 20 മിനിറ്റ് ആക്കുന്നത്. അങ്ങനെ 20 മിനിറ്റ് ആയപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ കറക്റ്റ് വേവായിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു റൈസ് റെസിപ്പി ഇരിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഒരു എക്സ്പെരിമെൻ്റ് എന്ന നിലയ്ക്ക് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമോ എന്നൊരു ഡൗട്ടായിരുന്നു. മോൻ വേമിസെല്ലിയുടെ കടുത്ത വിരോധിയാണ്. പക്ഷേ ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് എഗ്ഗ് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തതും അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു. അത് കൂട്ടി കഴിച്ചപ്പോൾ മോന് ഭയങ്കര ഇഷ്ടമായിട്ടോ. മോൻ അതിങ്ങനെ എടുത്തുകൊണ്ട് പോയി കഴിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെ നല്ല നല്ല കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ഏത് ഇഷ്ടപ്പെടാത്ത ഫുഡും ഇഷ്ടപ്പെട്ടു പോകും. ഈ ഒരു റെസിപ്പി പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വെറുതെ കഴിക്കാനും നന്നായിട്ടുണ്ട്, ഈ ഒരു കോമ്പിനേഷൻ ഒന്നും ഇല്ലെങ്കിൽ കൂടിയും. എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.